കാരുണ്യനബിയായ റഹീമായ സുബ്ഹാനേ കഴിവേകി തുണയ്ക്കൂ നീ പുരാനേ മുത്ത് മുഹമ്മദ് നബിയോരിൽ പൊരുത്തം തോനേ. ഞങ്ങൾ ഒരു കൊച്ചു കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധമായ പുണ്യ പ്രഭയുടെ ഈ സദനത്തിൽ പക്ഷെ ഈ പരിപാടി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രണ്ടാളെ ശരിക്കാരെ വീട്ടിൽ നിന്ന് കിട്ടുക. രണ്ടാൾക്കാരെ രണ്ട് പണി അറിയുന്ന രണ്ടാൾക്കാരെ നമുക്ക് നിർബന്ധമായി കിട്ടണം. പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ടാൾക്കാർ. ഇത് ആരും പണിയില്ലാണ്ട് നടക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ഓടിക്കല്ലേ ഒരു പണിയില്ലാണ്ട് ഇതുവരെ എങ്ങനെ രണ്ടാൾക്കാർ ഇങ്ങനെ അല്ല പണി എന്ത് പണി അറിയുന്നത്? നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊരു വെയില് കെട്ടുക. ആ വെയില് കെട്ടുന്ന ഒരു വെയില് കെട്ടുക. കാരണം ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോളം ഇങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടന്നു നിൽക്കും. അതുകൊണ്ടാണ് അതൊന്ന് കെട്ടിന്ന് തീർന്നത്. പിന്നെ ഞാൻ രണ്ടാളെ പണിയില്ല. അത് വെച്ചാൽ ഒരാളെ പണിയേ ഉള്ളൂ, ഒറ്റയാളെ പണിയാണ്. അപ്പൊ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു പണി തരണ്ടേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും. അത് അടച്ചിട്ടൊന്ന് നല്ല വൃത്തിയിലാക്കി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പോർത്ത് നമ്മളെ ഒരാളെ കംപ്ലീറ്റ് അവിടെ മുടക്കിക്കളി. അത്രേ ഉള്ളൂ, ആ മുടക്കിക്കളി. ഏതായിരുന്നാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്തു. അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കുറച്ച് പുസ്തകമായിട്ടാണ് വായിച്ചത്. അതാ നല്ലത്. കുറച്ച് ബുക്കുണ്ട്, ഏതായാലും വായിച്ചു. വെറുതെ ഉണ്ടായിരിക്കും. ഏതായാലും നിങ്ങൾ പണിക്ക് വിളിച്ചല്ലേ, കൂലിയേറുന്നുണ്ട്. اقرأ باسم ربك الذي خلق الإنسان من خلق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ല ഇത് കഴിച്ചില്ല. പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞു. അങ്ങനെ ഉഷാറാണ്. അല്ല ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്കിപ്പോ പുറത്തേക്ക് പോകണമെങ്കിൽ പോകാൻ പറ്റുമോ? അപ്പൊ നമുക്കിപ്പം പുറത്തേക്ക് പോകണല്ലോ. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ആൾക്കാർ വരണ്ടേ? ആരും വരിക നല്ല ഭദ്രമായി. അതെ, അത് ഉഷാറായിട്ട് പണിയെടുത്തിക്കല്ലോ. അല്ല അതെന്താ വായിച്ചിക്കല്ലേ? കുറെ നേരം വായിക്കുന്നത്. കാരണം മൂപ്പരെന്ന് പറഞ്ഞാല് അവിടെ പണിയെടുത്ത പോയാലൊന്ന് കാണാനുണ്ട്. അവിടെ ഒരു വെയില് കെട്ടിക്കുന്നു. മൂപ്പർക്ക് ഇപ്പോൾ 1000 ഞാൻ കൊടുക്കണം. അപ്പൊ ഇത് വന്ന് വായിച്ച വകയിൽ എന്തെങ്കിലും കാണാനുണ്ടോ? വായിച്ച വകയിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അതിൽ നിന്ന് മനുഷ്യന് ഉപദ്രവമായിക്കൊണ്ടിരിക്കുന്ന വൈതടസ്സങ്ങളും വേലിക്കെട്ടുകളും നീക്കം ചെയ്യണം. പരസ്പരം സൗഹാർദ്ദം നിലനിൽക്കണം. ഈ പുസ്തകത്തിൽ നിന്നും എനിക്ക് തന്ന അറിവ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പുസ്തകം വായിച്ചതിനുള്ള കൂലി വേണ്ടേ? പുസ്തകം വായിച്ചതിനിപ്പോ കൂലി? ഈ പുസ്തകം എനിക്ക് തന്ന ഈ തിരിച്ചറിവ് തന്നെ അത് മാത്രം മതി. അതാണ് ഏറ്റവും വലിയ കൂലി എനിക്ക് കിട്ടാവുന്നത്. എന്ത് തിരിച്ചറിവാ കിട്ടിയത്? മനുഷ്യന് ഉപദ്രവമായിക്കൊണ്ടിരിക്കുന്ന വഴിതടസ്സങ്ങളും വേലിക്കെട്ടുകളും നീക്കം ചെയ്യണം. പരസ്പര സൗഹാർദ്ദം നിലനിൽക്കണം. ഈ പുസ്തകത്തിൽ നിന്നും എനിക്ക് തന്ന അറിവ് ഇതാണ്.
ഇതാ എനിക്ക് വേണ്ട, നിങ്ങളെ കൂലി എനിക്ക് വേണ്ട. ഇവിടെ മതിലല്ല വേണ്ടത്, ഇവിടെ മനുഷ്യൻ സമാധാനം സന്ദർഭം വേണ്ടത്. സന്തോഷത്തിൽ ജീവിക്കുകയും സന്തോഷത്തിൽ മരിക്കുകയും വേണം. ഇനി എനിക്ക് ഈ പൈസ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് സമുദായങ്ങളും എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുകയും സന്തോഷത്തിൽ മരിക്കുകയും സന്തോഷത്തിൽ കഴിയുകയും എല്ലാം വേണം.